ദ ജേർണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ദിവസം ഖത്തറിലെ ദോഹയിൽ ചേർന്ന അറബ് ഇസ്ലാമിക ഉച്ചകോടി ചരിത്രത്തിലാദ്യമായി അറബ് രാജ്യങ്ങൾ സർവവും മറന്ന് ഒന്നിച്ച് ഐക്യത്തോടെ നിന്ന കാഴ്ചയാണ് ലോകത്തിന് സമ്മാനിച്ചത്. ഖത്തറും ഇറാനും സൗദിയും ഒക്കെ മുമ്പുണ്ടായിരുന്ന പരസ്പര വിദ്വേഷങ്ങൾ മറന്നുകൊണ്ട് ഒന്നിച്ച് കൈകോർത്ത് അറബ് രാജ്യങ്ങളുടെ ഒന്നാകെ സുരക്ഷയ്ക്കും മുന്നോട്ടു പോക്കിനും വേണ്ടി ശക്തമായ നിലപാടുമായി രംഗത്ത് വന്ന ആ ഉച്ചകോടി. എന്നാൽ പലസ്തീൻ്റെ വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സാധ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന, പലസ്തീനിലെ ഗസയിലെ കൊച്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഇസ്രായേൽ അതിക്രൂരമായി കൊല ചെയ്യുന്നത് കണ്ട് ഹൃദയം നുറുങ്ങുന്ന നമ്മളിൽ പലരും ആ അറബ് ഇസ്ലാമിക ഉച്ചകോടിയിൽ ഗസയിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടും പാതകങ്ങളെ, ക്രൂരതകളെ ഇല്ലാതാക്കാൻ ഒരു തീരുമാനവും കൈക്കൊള്ളാത്തതിൽ വലിയ വിഷമം രേഖപ്പെടുത്തിയിരുന്നു, നടുക്കം രേഖപ്പെടുത്തിയിരുന്നു. പക്ഷെ അപ്പോഴും അറബ് രാജ്യങ്ങളിലേക്ക് ഇനിയൊരു ആക്രമണം ഉണ്ടാകാത്ത വിധത്തിൽ ശക്തമായി തിരിച്ചടിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു. അല്ലെങ്കിൽ തങ്ങളുടെ ഐക്യം കണ്ട് ഇസ്രായേൽ ഭയന്നു, അമേരിക്ക ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തി എന്നൊക്കെയാകും അറബ് രാജ്യങ്ങൾ കരുതിയിട്ടുണ്ടാവുക. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ അറബ് ഇസ്ലാമിക ഉച്ചകോടിക്ക് തൊട്ടു പിന്നാലെ ഇനി ഒരിക്കലും ഇസ്രായേൽ അറബ് രാജ്യങ്ങളെ ആക്രമിക്കില്ല, അതിന് ഞങ്ങൾ സമ്മതിക്കില്ല, ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ നിലപാടിൽ ഞങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ട്രംപ് ഈ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ നിലപാട് അതാണ് ശരി, അത് മാത്രമേ സംഭവിക്കൂ എന്നൊക്കെ കരുതിയാണ് അറബ് രാജ്യങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നതെങ്കിൽ നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോളൂ, അല്ലെങ്കിൽ ഞെട്ടിക്കോളൂ. അമേരിക്ക എടുക്കുന്ന നിലപാടുകൾ മുഴുവൻ ഇരട്ടത്താപ്പും രണ്ട് വള്ളത്തിലും കാലിട്ട് വളഞ്ഞ് നീണ്ടുള്ള ഒരു കളിയുമാണ് എന്ന് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദാ ഇപ്പോൾ അതിനൊരു പുതിയ തെളിവ് കൂടി വന്നിരിക്കുകയാണ്. ഹമാസിൻ്റെ നേതാക്കളെ ഖത്തറിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ് ഖത്തറിനെ ഏൽപ്പിച്ച് ഖത്തർ അതുപ്രകാരം ഹമാസിൻ്റെ നേതാക്കളെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഈ ഇസ്രായേൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ ലക്ഷ്യമിട്ട ആ ടോപ്പ് ലീഡേഴ്സ് അവർ ഈ ഖത്തറിലെ ആ കെട്ടിടത്തിലേക്ക് വരാനുണ്ടായ കാരണം അമേരിക്കയാണ്. കാരണം അമേരിക്ക പറഞ്ഞത് അവരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ പെട്ടെന്ന് വെടിനിർത്തൽ ചർച്ച ചെയ്തൊക്കെ ഒന്ന് തീർപ്പാക്കെന്ന് പറഞ്ഞിരുന്നു. അമേരിക്കയാണ് ആ ചർച്ചകൾക്ക് വേണ്ടി ഖത്തറിനെയും ഈജിപ്തിനെയും ചുമതലപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ട് നിർദ്ദേശിക്കുന്നത്. പക്ഷേ അതേ അമേരിക്ക അവരുടെ മനസ്സിൽ വെടിനിർത്തൽ എന്നൊരു സംഗതിയേ ഇല്ല എന്ന് ഇന്നലെ ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എത്ര മാധ്യമങ്ങൾ ഇത് ഗൗരവത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല. ഒരു മാധ്യമത്തിൽ ഞാൻ കാര്യമായി ഈ വാർത്ത കണ്ടതുമില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിൽ വെടിനിർത്തൽ പ്രമേയം വന്നപ്പോൾ, അതായത് ഇസ്രായേൽ ഗസയിലേക്ക് നടത്തുന്ന കൊടും ക്രൂരമായ ആക്രമണങ്ങൾ, ഏകപക്ഷീയമായ യുദ്ധമെന്ന് അവർ വിളിക്കുന്ന കടന്നാക്രമണങ്ങൾ, ബോംബിങ്, കൊലപാതകം, ഇതൊക്കെ അവസാനിപ്പിക്കണം, പരിപൂർണമായി ഗസയിൽ വെടിനിർത്തൽ വേണമെന്ന പ്രമേയം ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിൽ വന്നപ്പോൾ അമേരിക്ക മാത്രമാണ് അത് വേണ്ട, അതിനെ എതിർത്തത്. വെടിനിർത്തൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്ത് കളഞ്ഞു, വീറ്റോ ചെയ്തു എന്നാണ് അതിന് പറയുക. രക്ഷാസമിതിയിലെ ബാക്കി രാജ്യങ്ങളൊക്കെ വെടിനിർത്തൽ വേണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് വെടിനിർത്തലിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ അമേരിക്ക അതിനെ വീറ്റോ ചെയ്തു. അതോടുകൂടി ഇനി വെടിനിർത്തൽ നടക്കില്ല എന്ന് ഉറപ്പായി. ഒരുപക്ഷെ അമേരിക്ക കൂടി അതിനെ പിന്തുണച്ചിരുന്നുവെങ്കിൽ, അമേരിക്കയ്ക്ക് യഥാർത്ഥത്തിൽ വെടിനിർത്തൽ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ അമേരിക്ക കൂടി അതിനെ പിന്തുണച്ചാൽ രക്ഷാസമിതിയിൽ ആ പ്രമേയം പാസ്സാകുമായിരുന്നു. രക്ഷാസമിതിയിൽ പ്രമേയം പാസ്സായാൽ അത് പൂർണ്ണമായും നടപ്പാക്കാൻ ഇസ്രായേലിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെ ലോകത്ത് നിന്ന്, അതായത് സകല രാജ്യങ്ങൾക്കും ഇസ്രായേലിനെ ഉപരോധം ഏർപ്പെടുത്തുന്ന അടക്കം പരിപൂർണമായി ഒറ്റപ്പെടുത്താൻ സാധിക്കും. യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സകല ഇടപാടും തീരുന്ന വിധത്തിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് മറ്റ് രാജ്യങ്ങളോട് നിർദ്ദേശിക്കാൻ സാധിക്കും. അത് വലിയ പ്രത്യാഘാതങ്ങൾ ഇസ്രായേലിന് ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. ആ ഒരു നീക്കമാണ് ഇല്ലാതാക്കിയത് അമേരിക്ക. ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി എന്ന് പറയുന്നതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സമിതി. അതിനൊരു തീരുമാനമെടുത്താൽ അത് എല്ലാ രാജ്യങ്ങളും, ഐക്യരാഷ്ട്ര സംഘടനയിലെ മുഴുവൻ അംഗങ്ങളും നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. ഈ 5 രാജ്യങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള പവറുണ്ട്, അവർക്ക് അവരുടേതായ അധികാരങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഈ 5 രാജ്യങ്ങളിൽ, 5 സ്ഥിരാംഗങ്ങളിൽ ഒരു രാജ്യം ഒരു തീരുമാനത്തെ എതിർത്താൽ ബാക്കി 4 രാജ്യങ്ങളും അംഗീകരിച്ചാലും അനുകൂലിച്ചാലും അത് നടപ്പാകില്ല. അതാണ് വീറ്റോ പവർ എന്ന് പറയുന്നത്. ആ വീറ്റോ പവറാണ് അമേരിക്ക അവിടെ കാട്ടിയത്.
അതായത് അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നിങ്ങനെയാണ് 5 രാജ്യങ്ങളുള്ളത് ഈ സ്ഥിര സമിതിയിൽ. ഈ 5 രാജ്യങ്ങളിൽ റഷ്യയും ചൈനയും ബ്രിട്ടനും ഫ്രാൻസും, അതായത് അമേരിക്കയുടെ ചേരിയിൽപ്പെടുന്ന ബ്രിട്ടനും ഫ്രാൻസും പോലും വെടിനിർത്തൽ വേണമെന്ന് വോട്ട് ചെയ്തപ്പോൾ അമേരിക്ക വെടിനിർത്തൽ വേണ്ട, ആ യുദ്ധം അങ്ങനെ തുടരട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് അപ്പുറത്ത് ചെന്ന് ഖത്തറിനോടും അറബ് രാജ്യങ്ങളോടും പറയുന്നു, ഞങ്ങൾ വെടിനിർത്തലിന് മുന്നിൽ നിൽക്കാം, നിങ്ങൾ ആ ഹമാസിൻ്റെ ആളുകളെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുപോവാ, നമുക്കിപ്പോൾ വെടിനിർത്താമെന്ന്. അപ്പം അമേരിക്കയെ ഈ ഹമാസിൻ്റെ നേതാക്കളെ വിളിച്ചുകൊണ്ട് വരാൻ ഖത്തറിനോട് പറഞ്ഞിരുന്നത് ഒരു പക്ഷേ ഇസ്രായേലിന് എളുപ്പത്തിൽ അറബ് രാജ്യങ്ങളിലേക്ക് കടന്നു കയറി വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ യുദ്ധം നടത്തി അല്ലെങ്കിൽ ആക്രമണം നടത്തി ഹമാസിൻ്റെ നേതാക്കളെ കൊല്ലാൻ വേണ്ടി അമേരിക്ക ഇരട്ടത്താപ്പ് നയം മുന്നോട്ടെടുത്ത് ഇസ്രായേലിന് അവരെ ഹമാസിൻ്റെ നേതാക്കളെ കൊല്ലാൻ സൗകര്യമൊരുക്കി കൊടുത്തതായിരിക്കുമെന്ന ചർച്ച ഈ ഒരു വീറ്റോ പ്രയോഗത്തിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പും ഇതുപോലെയുള്ള ചില വിഷയങ്ങൾ അമേരിക്ക കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു വശത്ത് അമേരിക്ക പറയുന്നു ഇസ്രായേൽ ചെയ്തത് ശരിയായില്ല, ഇസ്രായേൽ മനുഷ്യന്മാരെ കൊല്ലരുത്, അതാണ് ഇതാണെന്ന് പറയുന്നു. എന്നിട്ട് തൊട്ടപ്പുറത്ത് വന്നിട്ട് പറയുന്നു ഇസ്രായേലിന് സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാനുള്ള, ശത്രുക്കളെ ഇല്ലാതാക്കാനുള്ള സർവ്വ അധികാരവുമുണ്ട്, അതുകൊണ്ട് ഇസ്രായേൽ ശത്രുക്കളെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴും അമേരിക്കയെ വിശ്വസിച്ച് നമ്മളെ ഒന്നും ചെയ്യില്ല, നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചാണ് അറബ് രാജ്യങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോളൂ, അധികം വൈകാതെ ഹമാസിൻ്റെ നേതാക്കളെ തേടി ഇസ്രായേൽ അറബ് രാജ്യങ്ങളിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറബ് രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തില്ല എന്ന് നെതന്യാഹു പറഞ്ഞിട്ടില്ല, പറഞ്ഞത് ട്രംപാണ്. ട്രംപിൻ്റെ വാക്ക് വിശ്വസിച്ചിട്ട് ഇസ്രായേൽ ഇനി ഒരു ആക്രമണവും നടത്തില്ല നമ്മുടെ നേർക്ക് എന്ന് വിചാരിച്ച് ഇനിയും ഉച്ചകോടിയും യോഗങ്ങളും ഒക്കെ ചേർന്ന് ഗസയെ ആക്രമിച്ചാലും നമ്മളെ ഒന്നും ചെയ്യില്ല എന്ന വിശ്വാസത്തിൽ എന്ന ഒരു സംതൃപ്തിയിൽ അല്ലെങ്കിൽ ഒരു ഭയരഹിതമായ സാഹചര്യത്തിൽ മന്തിയും ബിരിയാണിയും ഒക്കെ കഴിച്ച് ഉറങ്ങാനാണ് പരിപാടിയെങ്കിൽ അമേരിക്കയെ വിശ്വസിച്ചാൽ പണി പാളും എന്ന് ഏറെക്കുറെ വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ തന്നെ UN ജനറൽ അസംബ്ലിയിൽ ഇന്ത്യ ഉൾപ്പെടെ 140 രാജ്യങ്ങൾ വെടിനിർത്തലിന് വേണ്ടി വാദിച്ചു, വോട്ട് ചെയ്തു. ഇന്ത്യ പോലും സ്വതന്ത്ര രാജ്യമായി പലസ്തീനെ മാറ്റണം, അതായത് 2 സ്റ്റേറ്റ് തിയറി, ഇസ്രായേൽ പലസ്തീൻ എന്നത് സ്വതന്ത്ര രാജ്യം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറണം എന്ന് പറഞ്ഞ് അനുകൂലമായി വോട്ട് ചെയ്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വോട്ട് ചെയ്തു. അപ്പോൾ 10 രാജ്യങ്ങളാണ് അതിനെതിരെ വോട്ട് ചെയ്തത് ജനറൽ അസംബ്ലിയിൽ. 140 രാജ്യങ്ങൾ വെടിനിർത്തൽ അല്ലെങ്കിൽ ഈ പലസ്തീൻ രാഷ്ട്രത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു, 10 രാജ്യങ്ങൾ എതിർത്തു, 10 രാജ്യങ്ങൾ വിട്ടുനിന്നു. അപ്പോൾ ലോകത്തിൻ്റെ ഭൂരിഭാഗം രാജ്യങ്ങളും ഈ വെടിനിർത്തൽ വേണം, പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണം, ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും, അത്രയും അനുകൂലമൊരു സാഹചര്യം വെടിനിർത്തലിനുണ്ടാകുമ്പോഴും ഈ രാജ്യങ്ങളുടെ മുഴുവൻ ആവശ്യത്തെയും എതിർത്തുകൊണ്ട് ഒരൊറ്റ ഇടപെടൽ നടത്തി സകലതും തകർത്തിരിക്കുകയാണ് അമേരിക്ക. ഇതാണ് അമേരിക്കയുടെ ഇരട്ടത്താപ്പ്. അതേസമയം തന്നെ ഇവിടെ വെടിനിർത്തൽ എന്ന് പറഞ്ഞ അമേരിക്ക വലിയ ചർച്ചകളൊക്കെ നടത്തുമ്പോൾ വീണ്ടും അറബ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുകയാണ്. ലെബനന് നേരെയും യമന് നേരെയും ഇന്നും ഇസ്രായേലിൻ്റെ വലിയ ആക്രമണങ്ങൾ നടന്നു. ഗസയിൽ കരസേനയും വ്യോമസേനയും നാവികസേനയും സംയുക്തമായി ആക്രമണം നടത്തുകയാണ്. കൃത്യമായ മരണസംഖ്യ പോലും പുറത്തു വരാത്ത സാഹചര്യം. കാരണം കെട്ടിടങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, അവശിഷ്ടങ്ങൾക്കിടയിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നു. ഇവർക്കൊക്കെ എത്ര പേർക്ക് ജീവനുണ്ട്, ഇവരൊക്കെ എത്ര പേര് മരിച്ചുപോയി എന്നറിയണമെങ്കിൽ അതിൻ്റെ 7 അയലത്ത് എത്താൻ പറ്റണം. പക്ഷെ അതുപോലെ ഇസ്രായേൽ സൈന്യം ഗസയിലൂടെ പടർന്നു കിടക്കുകയാണ്. ഗസയുടെ ആകാശത്തും ഭൂമിയിലും ഗസയ്ക്ക് സമീപത്തുള്ള കടൽ മേഖലയിലും ഒക്കെ ഈ സൈന്യം മാത്രമേ ഉള്ളൂ, ഇസ്രായേൽ സൈന്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു വലിയ വിഭാഗം പലസ്തീനികൾ ഞങ്ങൾ എന്തു വന്നാലും ഇവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞ് നിലപാടെടുത്ത് അവിടെ നിന്ന് നീങ്ങാതെ നിൽക്കുന്നുണ്ട്. അവരെ കൊന്നു തള്ളുകയോ ഭയപ്പെടുത്തി ഓടിപ്പിക്കും വിധത്തിലുള്ള ആക്രമണങ്ങൾ ശക്തമാക്കുകയോ ഒക്കെ ചെയ്യുകയാണ് ഇസ്രായേൽ. എന്തായാലും അമേരിക്ക പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞതനുസരിച്ച് ഇനി ഞങ്ങൾക്ക് നേരെ ആക്രമണമൊന്നും ഉണ്ടാകില്ല എന്ന് കരുതി സുഖകരമായിരിക്കുന്ന അറബ് രാജ്യങ്ങൾ അമേരിക്ക പറയുന്നതൊന്നും ശരിയാകണമെന്നില്ല. 2 സൈഡിലും കാലുവെക്കുന്ന ടീമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി ഇരന്ന് വാങ്ങുന്ന നിലയിലായിരിക്കും. ഒരു പക്ഷേ അപ്രതീക്ഷിതമായി ഇസ്രായേൽ ഇനിയും ഹമാസിന്റെ പേര് പറഞ്ഞ അറബ് രാജ്യങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. അറബ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തും, അല്ലെങ്കിൽ ഖത്തറിലേക്ക് വീണ്ടും ആക്രമണം നടത്തുമെന്നൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത്, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് വെറുതെയാകാൻ സാധ്യതയില്ല എന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.